പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈക്വൽ ട്രയാങ്കിൾസ് പാർട്ട് 5 ആണ്. 4 വരെ 4th പാർട്ട് വരെ എല്ലാവരും പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു. 5th പാർട്ടോടുകൂടി ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കും. ഇതും കുറച്ച് പ്രോബ്ലംസും ഇതിനോടൊപ്പം കുറച്ച് PDF ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യും. എല്ലാവരും ശ്രദ്ധിക്കുക, വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അതിലും ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക എല്ലാവരും. Prove that if both the pairs of opposite sides of a quadrilateral are equal, both the pairs of opposite sides of a quadrilateral are equal, both the pairs of opposite sides of a quadrilateral are equal, then it is a parallelogram. Then it is a parallelogram. Then it is a parallelogram. ദെൻ അതിൽ ഫിഗർ പ്രൂവ് ദാറ്റിനൊന്നും ഫിഗർ തരത്തില്ല, ഫിഗർ നമ്മൾ വരയ്ക്കണം. ദെൻ കൺസ്ട്രക്റ്റ് ABCD, ക്വാഡ്രിലാറ്ററൽ ABCD. ബോത്ത് പെയേഴ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. AD ഈക്വൽ ടു BC, AB ഈക്വൽ ടു CD, രണ്ട് പെയറും ഈക്വൽ ആണ്. ദെൻ കൺസ്ട്രക്റ്റ് ഡയഗണൽ BD, ഞാനൊരു കൺസ്ട്രക്ഷൻ നടത്തി. ഡയഗണൽ BD, വി ഗെറ്റ് എ ട്രയാങ്കിൾ ABD ആൻഡ് CDB. വി ഗെറ്റ് എ ട്രയാങ്കിൾ ABD ആൻഡ് CDB, two triangles. Let's consider triangle ABD and CDB. ABD and CDB രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. Then AB equal to CD. Consider triangle ABD and CDB. AB equal to CD. AB equal to CD. AB equal to CD. Then AD equal to BC. ഇതൊക്കെ ഗിവൺ ആണ്, റീസൺസ് ഗിവൺ ആണ്. Then BD equal to BD common side. BD equal to BD common side. BD equal to BD common side. Then consider triangle ABD and CDB. AB equal CD given. AD equal BC given. BD equal to BD common side. 3 sides of triangle ABD is equal to 3 sides of triangle CDB. Both the triangles are equal. Both the triangles are equal. First criteria. Okay. First criteria. അപ്പോൾ these two triangles are equal. നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ദെൻ ഞാൻ പറയട്ടെ, ആംഗിൾ ABD ഈക്വൽ ആയിരിക്കുമല്ലോ ആംഗിൾ CDB. ആംഗിൾ ABD ഈക്വൽ ടു ആംഗിൾ CDB. ആംഗിൾ ഓപ്പോസിറ്റ് ടു equal sides are equal. Angle opposite to equal sides are equal. Then next അടുത്തേത് കൊടുക്കാം ആംഗിൾ ADB. ആംഗിൾ ADBക്ക് ഈക്വൽ ആയിരിക്കുമല്ലോ ആംഗിൾ CBD. ആംഗിൾ ADB ഈക്വൽ ആംഗിൾ CBD. ആംഗിൾ CBD. CBD ഈക്വൽ ADB. അതെന്താണ് അതിൻ്റെ റീസൺസ് എന്താണ്? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഇത്, ദിസ് ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഇത്, ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഇത്, ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഇത്. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ദീസ് ആംഗിൾസ് ആർ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കണേ. ദീസ് ആംഗിൾസ് ആർ alternate interior angles. ABD equal to CBD. ABD equal to CDB. ADB equal to CBD. These angles are alternate interior angle. Alternate interior angles equal ആണെങ്കിൽ ലൈൻസ് പാരലൽ ആയിരിക്കുമല്ലോ. ലൈൻസ് പാരലൽ ആയിരിക്കില്ല. 2 lines cut any transversal. Alternate interior angles are equal. Lines are parallel. Therefore AB parallel to CD. രണ്ട് ലൈൻ എന്തായി മാറി? പാരലൽ ആയിട്ട് മാറി. 2 alternate interior angles are equal. 2 lines cut any transversal. Alternate interior angles are equal. Then AB parallel to CD. Sides are parallel. Alternate interior angles are equal. Sides are parallel. Lines are parallel. Lines are parallel. Alternate interior angles are equal. Lines and angles 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അപ്പോൾ പെയർ ഓഫ് സൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് പ്രൂവ് ചെയ്തു. ഇൻ സെയിം വേ, അതേ വേ
ഡ്രോ എ ഡയഗണൽ എ സി വരയ്ക്കുക, വരച്ച് കാണിക്കേണ്ട, നമ്മൾ എഴുതി ചെയ്ത് ഇൻ സെയിം വേ ഡ്രോ എ ഡയഗണൽ എ സി വി ഗെറ്റ് എ ഡി പാരലൽ ടു ബി സി. നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് എ ഡി പാരലൽ ടു ബി സി. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആർ പാരലൽ, ദെർഫോർ എന്ത് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആർ പാരലൽ ആൻഡ് ഈക്വൽ. ഇത് ഈക്വൽ ആണ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പാരലൽ ആയപ്പോൾ എന്തായിട്ട് മാറിയത്? ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. ഇപ്പോൾ ഈക്വൽ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പാരലലോഗ്രാം എന്ന് നമുക്ക് പ്രൂഫ് കാണിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ബോത്ത് പെയർസ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ആർ ഈക്വൽ, ദെൻ ഇറ്റ് ഈസ് എ പാരലലോഗ്രാം എന്നാണ് പറയുന്നത്. കൺസ്ട്രക്ട് എ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി, ബോത്ത് പെയർസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ജോയിൻ ഡയഗണൽ ബി ഡി, വി ഗെറ്റ് ടു ട്രയാങ്കിൾസ് എ ബി ഡി ആൻഡ് സി ഡി ബി. Then SSS, by criteria of SSS, triangle ABD equal to triangle CDB, angle ADB equal to angle CBD, angle ABD equal to angle ADB equal to angle CBD, angle CDB equal to angle ABD. Pairs of alternate interior angles are equal, and the reason angle opposite to equal sides are equal. Therefore these angles are equal, alternate interior angles are equal, lines are parallel, AB parallel to CD. Then in same way draw a diagonal AC, we get AD parallel to BC, opposite sides are equal and parallel, ABCD is a parallelogram. അപ്പോൾ ഞാൻ 3 times പറഞ്ഞു, അത് വൃത്തിയായിട്ട് എഴുതി വെച്ച് മനസ്സിലാക്കുക. പ്രൂഫ് ഞാൻ എഴുതിപ്പിക്കും, ഡിസ്കഷനിൽ ഇനി ഓരോ പ്രൂഫ് എടുക്കും, എഴുതിപ്പിക്കും. അപ്പോൾ എനി ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. എനി ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതും മക്കളെ. വെരി ഗുഡ് ആയിട്ട് എഴുതും എല്ലാവരും നോട്ടിൽ എഴുതി വെച്ചില്ലത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദി ഗിവൺ ഫിഗർ അല്ലെങ്കിൽ ഇൻ ദി ഫിഗർ ബിലോ ABCD is a parallelogram. ABCD is a parallelogram. ABCD is a parallelogram. And AP is equal to CQ. AP is equal to CQ. AP is equal to CQ. Prove that PBQD എന്നൊരു സാധനം അതിൽ വരും, ഫിഗർ തരും. PBQD is a parallelogram. PBQD is a parallelogram. ക്വസ്റ്റ്യൻ എഴുതി വെച്ചതിന് ശേഷം എല്ലാവരും ഫിഗർ വരയ്ക്കുക. പെൻസിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കണം. ABCD is a parallelogram. Then construct DP and construct BQ. വേറൊരു കൺസ്ട്രക്ഷൻ നടത്തി PBQD എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പാരലലോഗ്രാംസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന് വരച്ചിട്ട് എല്ലാവരും വരയ്ക്കാനുള്ള സമയമാണ്. ABCD is a parallelogram. Then DP and BQ, P ആണ്. BPDQ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് PBDQ is a parallelogram എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഒരു സാധനം പാരലലോഗ്രാം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു ക്ലൂ, AP ഈക്വൽ ടു CQ, ദിസ് ലെങ്ത് ഈക്വൽ ടു ദിസ് ലെങ്ത്. ഒന്ന് ശ്രദ്ധിക്കില്ലാരും. കൺസിഡർ ട്രയാങ്കിൾ, ഞാൻ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ട്രയാങ്കിൾ APD and CQB. Consider triangle APD and CQD. APD and triangle CQB. CQB. ഈ രണ്ട് അൺഷെയ്ഡ് ട്രയാങ്കിൾ, വൈറ്റ് ട്രയാങ്കിൾ, അൺഷെയ്ഡ് ട്രയാങ്കിൾ, ഷെയ്ഡ് ചെയ്യാത്ത ട്രയാങ്കിൾ. APD and CQB.
കൺസിഡർ ട്രയാങ്കിൾ APD and CQB. APD and CQB കൺസിഡർ ചെയ്തു. ദെൻ ആ ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് ആക്കണം. AP is equal to CQ. AP equal to CQ given. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് given. AP is equal to CQ. Angle A equal to angle C. Opposites angle of parallelogram. Angle A equal to angle C. Opposite angle of parallelogram equal ആണ് നമുക്കറിയാം. Criteria of parallelogram. Angle A equal to angle C. Opposite angle of parallelogram. Angle A equal to angle C. Then AD equal to BC. AD equal to BC. Opposite sides of parallelogram. Opposite sides of parallelogram. റീസൺ എഴുതി വെക്കണം, ഞാൻ പറയുന്നത് എഴുതി വെക്കണം. ബോർഡിൽ ഫുൾ എഴുതാൻ നമുക്ക് സ്പേസ് കിട്ടത്തില്ല, നമുക്ക് ഇങ്ങനെ പ്രിൻറ്റിങ് സൈറ്റ് വരുന്നില്ല, ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ, കൺസിഡർ ട്രയാങ്കിൾ APD and CQB. AP equal to CQ given. Angle A equal to angle C. Opposite angle of parallelogram are equal. AD equal to BC. Opposite sides of parallelogram are equal. These two triangles equal. Which criteria? Side, angle, side. Is the criteria? Side, angle, side. Side, angle, side. Side, angle, side. By SAS. Two sides and angle made by them. Two sides and angle made by them of triangle APD are equal to two sides and one angle made by them triangle CQB. Therefore, these two triangles are equal. Unshaded triangles are equal. Adil ezhuthi vekkanam. Two sides and one angle made by them of triangle APD are equal to two sides and one angle made by them of triangle CQB. Both the triangles are equal. And the triangles equal. Then both the triangles equal ആകുമ്പം നമുക്ക് എന്ത് പറയാം? DP equal to BQ. DP equal to BQ. ഈ സൈഡും ഈക്വൽ ആണ്. ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ തേർഡ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ, അല്ലെങ്കിൽ സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഈ സൈഡും ഈക്വലായി. അപ്പോൾ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലായി. വൺ പെയറും കൂടി ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് എ പാരലോഗ്രാം എന്ന് പറയാം. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ദെൻ ഇറ്റ് ഇസ് എ പാരലോഗ്രാം നമുക്കറിയാം, പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ DP is equal to BQ സൈഡ് കിട്ടിയേ. ദെൻ നെക്സ്റ്റ് എല്ലാവരും കൂടി ശ്രദ്ധിക്കുക, ഒന്ന് കണ്ണുരുട്ടി നല്ലോണം പോലെ നോക്കുക. ഇത് രണ്ടും പ്രൂഫ് കണ്ടുപിടിച്ചു. ദെൻ ഈക്വാലിറ്റി SAS പ്രകാരം ഈക്വൽ ട്രയാങ്കിൾസ് ആക്കി DP equal to BQ. ദെൻ നെക്സ്റ്റ് സൈഡ് ഇവിടേക്ക് നോക്കുക എല്ലാവരും. ഈ സൈഡുമാണ് നമുക്ക് ഈക്വലായിട്ട് കിട്ടേണ്ടത്. AB equal to CD ആണല്ലോ. AB is equal to CD. Opposite side of parallelogram. AB is equal to CD. AP equal to QC ആണല്ലോ. ഞാൻ AP equal to QC given ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് CQ അഥവാ QC എന്ന് പറഞ്ഞാലും CQ എന്ന് പറഞ്ഞാലും സെയിം ആണ്. AP is equal to CQ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് AP ഫ്രം AB. AB മൈനസ് AP ഈക്വൽ ടു സബ്ട്രാക്ട് CQ ഫ്രം CD. CD മൈനസ് CQ. ABയിൽ നിന്ന് സബ്ട്രാക്ട് AP സബ്ട്രാക്ട് ചെയ്തു, CDയിൽ നിന്ന് CQ സബ്ട്രാക്ട് ചെയ്തു. AB is equal to CD, AP is equal to CQ. Equal subtract from equal, remainders are equal എന്നാണ് പഠിച്ചത്. Equal subtract from equals, therefore remainders are also equal. Euclid's ഒരു ക്രൈറ്റീരിയാസ് ഉണ്ട്. യൂക്ലിഡ് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ് ഈക്വൽ സബ്ട്രാക്ട് ഫ്രം ഈക്വൽ, റിമൈൻഡേഴ്സ് ആർ ഈക്വൽ. രണ്ട് ഈക്വൽ 5 5 ഇവിടെ നോക്കുക. എക്സാമ്പിളായിട്ട് 5 ആപ്പിൾ ഇവിടെ ഒരു 5 ആപ്പിൾ ഉണ്ട്, ഇവിടെ ഒരു 5 ആപ്പിൾ ഉണ്ട്. ഒരാളെടുത്തിട്ട് 2 ആപ്പിൾ ഇതിൽ നിന്ന് കഴിച്ചു, വേറെ ആൾ ഇതിൽ നിന്ന് 2 ആപ്പിൾ കഴിച്ചു.
രണ്ടും ഈക്വൽ ആപ്പിൾസ് ആണ്. 5 5 2 ആപ്പിൾസ് ഇവിടുന്ന് കഴിച്ചു, 2 ആപ്പിൾസ് ഇവിടുന്ന്. റിമൈൻഡേഴ്സ് 3 ഈക്വൽസ് സബ്ട്രാക്ട് ഫ്രം ഈക്വൽ റിമൈൻഡേഴ്സ് ആർ ഈക്വൽ. Therefore AB മൈനസ് AP PB എന്ന് കിട്ടും, CD മൈനസ് CQ DQ എന്ന് കിട്ടും, PB ഈക്വൽ ടു DQ. ഈ സൈഡും ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയല്ലോ. അപ്പോൾ both pair of opposite sides are equal. Therefore PBQD is a parallelogram. വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? PBQD is a parallelogram. വെരി ഗുഡ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ക്രൈറ്റീരിയ ആണ്, ശ്രദ്ധിക്കുക. Then ABCD ഒന്നുകൂടി പറയാൻ, ഒറ്റ റൗണ്ട് കൂടി. ABCD is a parallelogram. Then consider triangle APD and CQB. Then angle A equal to angle C. Then AP is equal to QC. Then AD is equal to BC, opposite sides, side angle side. Then triangle APD equal to triangle CQB. Therefore DP equal to BQ, and side opposite to equal angles are equal. Then another case, AB is equal to CD given, CQ is equal to AP given. Subtract AP from AB equal to subtract CQ from CD. We get remainders PB is equal to DQ. Equal subtract from equal, remainders are equal. We get PB is equal to DQ. Opposite sides are equal. Therefore it is a parallelogram. നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. മിടുക്കന്മാരാണൊക്കെ, എല്ലാവരും എഴുതി വെക്കുക. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതെല്ലാവരും. പ്രൂവ് ദാറ്റിൻ്റെ കളി തന്നെയാണ്, ശ്രദ്ധിച്ചാൽ മതി. പ്രൂവ് ദാറ്റ് if all sides of a parallelogram are equal, prove that all sides of a parallelogram are equal. Then each diagonal is the perpendicular bisector of the other. Then each diagonal is the perpendicular bisector of the other. Figure വരച്ചു വെക്കുക. Opposite sides of the all sides of parallelogram are equal. Then each diagonal is the perpendicular bisector of the other. ശ്രദ്ധിക്കുക, perpendicular bisector of the other. Parallelogram properties എല്ലാവർക്കും അറിയാം. Opposite sides are equal and parallel. Opposite angles are equal. That quadrilateral is called parallelogram. All parallelogram is a quadrilateral, but all quadrilateral is not a parallelogram. All sides of a parallelogram are equal. All sides equal. Opposite sides alla, all sides equal. Such type of parallelogram is called rhombus. ശ്രദ്ധിക്കുക, RHOMBUS, rhombus. All sides of parallelogram are equal. Such type of parallelogram is called rhombus. What is mean by rhombus? Rhombus is a parallelogram. All sides are equal. എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള പാരലലോഗ്രത്തിന് പറയുന്ന പേരെന്താണ്? റോംബസ്. റോംബസിൻ്റെ ഡയഗണൽ ബൈസെക്റ്റ് പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് എന്നാണ്. പെർപെൻഡിക്കുലർ ബൈസെക്റ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് all sides of parallelogram are equal. Each diagonal bisect perpendicularly. പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്റ്റ് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ് കൺസിഡർ ട്രയാങ്കിൾ AOB and BOC. രണ്ട് ട്രയാങ്കിൾ AOB and BOC. രണ്ട് ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്തു. AOB and BOC. ഏത് രണ്ടും അടുത്തടുത്ത് രണ്ട് ട്രയാങ്കിൾസ്. ഞാൻ ഷെയ്ഡ് ചെയ്ത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്.
ദെൻ എ ബി സി ഈക്വൽ ടു ബി സി നമുക്കറിയാം. എ ബി സി ഈക്വൽ ടു ബി സി എന്താ ഗിവൺ ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എ ബിയും ബി സിയും എന്താണ് മക്കളെ ഈക്വലാണ്. കണ്ണുരുട്ടി നോക്കുക, കോൺസെൻട്രേഷൻ കൊടുക്കുക, കാരണം ജോമെട്രിയാണ്, ജോമെട്രി കേട്ടാ. എ ബി സി ഈക്വൽ ടു ബി സി ഗിവൺ എന്താണ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഒ ബി കോമൺ, ഒ ബി കോമൺ സൈഡ്, ദിസ് സൈഡ് കോമൺ സൈഡാണ്. ഒ ബി കോമൺ സൈഡ്. ഒ എസ് ഈക്വൽ ടു ഒ സി, ഒ എസ് ഈക്വൽ ടു ഒ സി, നല്ല പറയാൻ സുഖമുണ്ട്. ഒ എസ് ഈക്വൽ ടു ഒ സി, ഇതാ ഒ എസ് ഈക്വൽ ടു ഒ സി. എന്താ റീസൺ? ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ. നമ്മൾ പ്രൂഫ് കാണിച്ചതാ, ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ. ഇൻ എനി പാരലോഗ്രാം ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ. ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ പാരലോഗ്രാം ആണ്, പാരലോഗ്രാം ആണെങ്കിൽ ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ. ഇവിടെ 90 ഡിഗ്രിയാണ് നമുക്ക് പ്രൂഫിൽ കാണിക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ബി സി ഈക്വൽ ടു ബി സി ഗിവൺ, ഒ എസ് ഈക്വൽ ടു ഒ സി ബൈസെക്ട് ഈച്ച് അതർ, ഒ ബി സി ഈക്വൽ ടു ഒ ബി കോമൺ സൈഡ്. ദെർഫോർ ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. വിച്ച് ക്രൈറ്റീരിയ? സൈഡ് സൈഡ് സൈഡ്, സൈഡ് സൈഡ് സൈഡ്. Okay, 3 sides of triangle AOB is equal to 3 sides of triangle BOC, both the triangles are equal. Then angle AOB equal to angle COB. ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കുമല്ലോ. ആംഗിൾ AOB equal to ആംഗിൾ COB അല്ലെങ്കിൽ BOC. ആംഗിൾ AOB equal to ആംഗിൾ BOC. ഈ ആംഗിളും സെയിം ആണ്. Angle opposite to equal sides are equal. Angle opposite to equal sides are equal. Angle AOB equal to angle BOC. Angle opposite to equal sides are equal. These angles are linear pair angles. ഈ ആംഗിൾസിനെ നമ്മൾ എന്താ മക്കളെ പറയാ? ലീനിയർ പെയർ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ലൈൻ കട്ട് another line, we get pair of angles, pair of adjacent angle. These angles are linear pair angle. Sum of the angle of linear pair equal to 180 degree. Sum of the angle of linear pair equal to 180 degree. These angles are linear pair. These angles are also equal angle 180 degree. അപ്പോൾ angle AOB plus angle BOC equal to 180 linear pair angle. Reason എന്താ എഴുതേണ്ടത്? linear pair angle. These angles are equal. AOB BOC ഈക്വൽ ആണ്, രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അപ്പോൾ എത്രയായിരിക്കും ഒരു ആംഗിൾ വരിക? 90. അറിയില്ലേ? രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ 180. AOBയും BOCയും ആഡ് ചെയ്താൽ 180. ദെൻ ബോത്ത് ആംഗിൾസ് ആർ ഈക്വൽ. വി ഗെറ്റ് ഈച്ച് ആംഗിൾ 90 ഡിഗ്രി. ഈച്ച് ആംഗിൾ 90 ഡിഗ്രി. ആംഗിൾ AOB ഈക്വൽ ടു 90. ആംഗിൾ BOC ഈക്വൽ ടു 90. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയല്ലോ. ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് മക്കളെ. ഓൾ സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആർ ഈക്വൽ. സച്ച് പാരലോഗ്രാം ആർ കോൾഡ് റോംബസ്. ഡയഗണൽ ഈസ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം, വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കുക. ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രൂവ് ദാറ്റ് ഇഫ് ഓൾ സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആർ ഈക്വൽ ഈച്ച് ഡയഗണൽ ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാണ് പറഞ്ഞത്. ദെൻ ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ പ്രൂവ് ദാറ്റ് ഡയഗണൽ ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നും ചോദിച്ചൂടെ? അങ്ങനെയും ചോദിക്കുക കേട്ടോ. അപ്പോൾ ഒരേ പ്രൂഫ് തന്നെയാണ്, അതങ്ങ് ചോദിച്ചാൽ മതി. ഓക്കെ, വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇവിടെ 90 ഡിഗ്രി ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ദെൻ ഒരു ക്വസ്റ്റ്യനും കൂടി, ഒരു ക്വസ്റ്റ്യൻ എഴുതി നമുക്ക് അവസാനിപ്പിക്കാം. 2 ക്വസ്റ്റ്യൻ എഴുതി അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. ബാക്കി 2-3 ക്വസ്റ്റ്യൻസോ പെൻഡിങ് ഉണ്ടാവുള്ളൂ. അത് PDF ആയിട്ടും തരും, പേടിക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നാൽ മതി. പ്രൂഫ് ബൈ ഹാർട്ട് പഠിക്കുക. ഈ 3 ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്ത് മാത്രമേ പ്രോബ്ലംസ് ഉള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. In the figure below,
O is the center of the circle. O is the center of the circle. And AB is a diameter. And AB is a diameter. Full stop. C is a point on the circle. C is a point on the circle. On the circle ആണ്. Question A. Compute angle CAB. 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 Compute angle CAB. Compute angle CAB. Angle CAB എത്ര കണ്ടുപിടിക്കണം. Then next, draw another figure like this. Draw another figure like this. Draw another figure like this with a different number for the size of angle COB. With a different number for the size of angle COB. Angle COB വേറൊരു ആംഗിൾ ആക്കി എടുക്കുക. Size of angle COB. Calculate angle CAB. Calculate angle CAB. എല്ലാവരും കറക്റ്റ് ഫിഗർ വരയ്ക്കണം. O is the center of the circle ആണ്. AB diameter ആണ്. What is mean by diameter? Line passing through center of the circle to point of the circle. That is called diameter of the circle. What is radius? Distance between center of the circle to point of the circle. That is called radius of the circle. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് ഇൻ ദി ഫിഗർ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫിഗറിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഫിഗർ ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. അപ്പോൾ റഫ് ഫിഗർ വരച്ചാൽ മതി. കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യേണ്ട. കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടതെന്നല്ല, ഒറിജിനലായിട്ട് വരയ്ക്കേണ്ട. റഫായിട്ട് സ്കെയിൽ, പെൻസിൽ, കോമ്പസ്, വോട്ടർ അതിനുള്ള വേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. In the figure, O is the center of the circle, AB is the diameter, point C on the circle, then joining OC, angle BOC 50 degree. Find angle CAB. ഈ ആംഗിളാണ് എത്ര എന്ന് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ആംഗിൾ CAB. ദെൻ ആംഗിൾ COB വേറൊരു ആംഗിൾ ആക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു വാല്യൂസ് കൊടുത്തിട്ട് ദെൻ ആംഗിൾ CAB എത്ര. അപ്പോൾ രണ്ട് ഫിഗറായിട്ട് നമുക്ക് ചെയ്യാം. ഞാനെന്ത് ചെയ്തു എന്നറിയോ മക്കളെ? ശ്രദ്ധിക്കുക. ആംഗിൾ CAB ആണ് കണ്ടുപിടിക്കേണ്ടത്. കൺസിഡർ ട്രയാങ്കിൾ AOC. Angle AOC equal to 180 minus 50 130 degree ബ്രാക്കറ്റിൽ ലീനിയർ പെയർ എന്ന് എഴുതി. ലീനിയർ പെയർ. ഈ ആംഗിൾ കണ്ടുപിടിച്ചു. AB is the line, OC intersect line. These angles are linear pair angle. Sum of the linear pair angle 180 degree. Therefore angle AOC 130 degree. Triangle AOC is an isosceles triangle. Why? OA is equal to OC. OA is equal to OC. Radii. Radiusന്റെ plural form ആണ് radii. Therefore triangle AOC is an isosceles triangle. അതും കൂടി അടിയിൽ എഴുതി വെക്കണം. ആദ്യം AOC കണ്ടുപിടിക്കുക. Angle AOC is equal to 180 minus 50 130 degree. Reason linear pair. Then അടുത്ത ലൈനിൽ consider triangle AOC. OA is equal to OC. Radii of the circle. What is mean by radii? Plural form of the radius. Radii. Then radii. OA is equal to OC. Then it is an isosceles triangle. In the triangle I marry isosceles triangle. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ one angle of an isosceles triangle 130 degree. What are the other two equal angles? 180 minus 130 50. അല്ലേ? 50യുടെ ഹാഫ് ആക്കുമ്പോൾ എത്ര വരും? 25 പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എത്ര വന്നു? CAB 25. ആംഗിൾ CAB ഈക്വൽ ടു 180 minus 130 divided by 2. 50 divided by 2 25 degree. അപ്പോൾ ആംഗിൾ CAB എത്ര കിട്ടി മക്കളെ? 25 degree. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ ക്രൈറ്റീരിയ യൂസ് ചെയ്തു നമ്മൾ? ഐസോസ്ലെസ് ട്രയാങ്കിൾ പ്രോപ്പർട്ടി, ലീനിയർ പെയർ പ്രോപ്പർട്ടി, റേഡിയസ് OAOC ഈക്വൽ. ദെൻ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്തു. ദെൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക.
O is the center of the circle, AB is the diameter, C point on the circle, join OC, angle BOC 50 degree given. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. Then angle AOC is equal to 180 minus 50, 130 degree, linear pair angle. Therefore, triangle AOC, OS equal to OC, radii of the circle. Therefore, AOC is an isosceles triangle. Angle CAB equal to 180 minus 130 by 2, 50 by 2, 25, 25. Then ഇതുപോലത്തെ ഒരു ഫിഗറും കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫിഗറും കൂടി വരയ്ക്കണം. അനദർ ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ചേഞ്ച് ചെയ്യണേ മക്കളെ. ആംഗിൾ ചേഞ്ച് ചെയ്യുക. നിങ്ങൾ പറയുന്ന ആംഗിൾ ഞാൻ കൊടുക്കുക. ഒരു ആംഗിൾ നിങ്ങൾ പറഞ്ഞോളി. ആ ആംഗിൾ BOCക്ക് നിങ്ങൾ പറയുന്ന ഒരു ആംഗിൾ ഞാൻ കൊടുക്കാം. എന്നിട്ടാണ് നമുക്ക് CAB കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞോളി ഒരു ആംഗിൾ. ആ പറഞ്ഞോ ഒരാൾ ആംഗിൾ പറയും. എന്നാൽ ഞാൻ കൊടുക്കാൻ പോണത് 70. നിങ്ങൾ കൊടുക്കേണ്ട അവിടെ കുത്തിരുന്നോളി. 70 കൊടുക്കുമ്പോൾ 70. വെരി ഗുഡ്. ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ട് 70 ഡിഗ്രി. ഓക്കെ. അപ്പോൾ തന്നെ ആംഗിൾ CAB എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആംഗിൾ AOC ഈക്വൽ ടു 180 മൈനസ് 70, 110. ഇതൊന്നും അളവെടുത്ത് വരയ്ക്കണ്ടേ. ഫിഗർ വലുതാക്കിയിട്ട് ഞാൻ വരച്ച് കാണിക്കണം. ബോർഡിൽ വരയ്ക്കുന്ന ഫിഗറും നോട്ടിൽ വരയ്ക്കുന്ന ഫിഗറും എന്തായിരിക്കും? ബോർഡിൽ ഞാൻ റഫായിട്ടാണ് വരയ്ക്കുക. മോഡൽ ഓഫ് കൺസ്ട്രക്ഷൻ, മോഡൽ ഓഫ് ഫിഗേഴ്സാണ് കാണിക്കുക. നിങ്ങൾ കോമ്പസ് സ്കെയിൽ എടുത്തിട്ട് അളവെടുക്കാതെ വരയ്ക്കുക. അളവൊന്നും വേണ്ട. 70 ഡിഗ്രി ഒന്നും നമുക്ക് വെച്ച് കാണിക്കണ്ട. കറക്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് വരയ്ക്കണം. ദെൻ ആംഗിൾ AOC 110. എന്താ റീസൺ? ലീനിയർ പെയർ ആംഗിൾ. മക്കൾ എന്താ റീസൺ? ലീനിയർ പെയർ ആംഗിൾ. Then AOC is an isosceles triangle. Angle CAB എന്തായിരിക്കും? ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. 2 angles are equal. Angle CAB is equal to 180 minus 110 by 2, 70 by 2, 35. അപ്പോൾ ഇവിടെ നാക്ക് കിട്ടി 70, 30, we get 35. 50, we get 25. 80, 40, 90, 45, 45, 22 and a half, 60, 30, 110, 55, 120, 60. അപ്പോൾ ഇവിടെ കിട്ടി. ഈ ആംഗിൾ കൊണ്ട് നേരെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വൃത്തിയാക്കി വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനിയിപ്പോൾ ഞാൻ 2 ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യുക? ആംഗിൾ മാറ്റി വേറൊന്ന് ചെയ്യുക. അങ്ങനെയാണല്ലോ മാത്സ് പഠിക്കുക. ചെയ്തതിൻ്റെ വേറൊന്ന് പഠിക്കുന്നതാണല്ലോ മാത്സിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇതിനടുത്ത് ഒരു ക്വസ്റ്റ്യനിൽ എഴുതി നമുക്ക് മക്കളെ ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. അത് വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക, അത് മനസ്സിലാക്കുക. ഒന്ന് നോക്കുക എല്ലാവരും, എല്ലാവരും ശ്രദ്ധിക്കണേ. ഇൻ ദി ഫിഗർ ബിലോ O is the center of the circle. O is the center of the circle. O is the center of the circle. And AB is a diameter. And AB is a diameter. And AB is a diameter. C is a point on the circle. C is a point on the circle. Question A. Compute angle ACB. Compute angle ACB. Compute angle ACB. B question. Draw another figure like this. Draw another figure like this. Changing the size of angle COB. Changing the size of angle COB. And calculate angle ACB. And calculate angle ACB. And calculate angle ACB. And calculate angle ACB. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് വൃത്തിയായിട്ട് വരയ്ക്കുക. O is the center of the circle. AB diameter ആണ്. C is point on the circle. ആംഗിൾ ACB ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് 50 ഡിഗ്രിയാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഫൈൻഡ് ആംഗിൾ ACB എന്നാണ് ക്വസ്റ്റ്യൻ. ദെൻ ഫിഗർ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് വേറെ ഒരു ഫിഗറിലൂടെ ആംഗിൾ മാറ്റിയിട്ട് കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കൂ, എത്ര വരുന്നത് നോക്ക്.
In the figure, a circle with the center O, AB is the diameter. AB is the diameter, angle BOC 50 degree, find angle ACB. ഈ angle ആണ് കണ്ടുപിടിക്കേണ്ടത്, ACB. Then two triangles AOC and BOC. AOC and BOC are isosceles triangle. First തന്നെ ആ theorem സംഗതി വെച്ചേക്കാം. OA is equal to OC. Consider triangle AOC and BOC. OA is equal to OC. OC is equal to OB. OA is equal to OC. OC is equal to OB. Radii of the circle. Therefore, these triangles are isosceles triangle. Therefore, these triangles are isosceles triangle. These triangles isosceles ആണ്. അപ്പോൾ OA is equal to OC, OC is equal to OB. These two triangles are isosceles. First then എഴുതി വെച്ചു. Then ഇവിടെ 50 degree. അപ്പോൾ അതിൻ്റെ AOC എത്രയ്ക്ക് വരും മക്കളെ? ആംഗിൾ AOC ഈക്വൽ ടു 180 minus 50, 130 degree. This angle 130 degree. This angle 130 degree. അപ്പോൾ one angle of an isosceles triangle 50 degree. What are the other two angles? കണ്ടുപിടിക്കണം. One angle of an isosceles triangle 130 degree. What are the other two angles? കണ്ടുപിടിക്കണം. One angle of an isosceles triangle 50. What are the other two angles? 180 minus 50 by 2. 130 by 2, 65, 65. പിക്ചറിൻ്റെ മുകളിൽ കാണിക്കുക, പ്രൂഫ് എഴുതി വെക്കുക. എന്താ വേറെ പ്രൂഫൊന്നുമില്ല. വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ 50 degree. Therefore, other two equal angles 65, 65. These two angles 65, 65. കാരണം ഈ രണ്ട് സൈഡാണ് ഈക്വൽ. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. Then one angle of an isosceles triangle AOC 130 degree. What are the other two angles? 180 minus 130. 180 minus 130 divided by 2, 50 by 2, 25, 25. 25, 25. These two angles are equal. 25, 25. 65, 65. Then ACB ആണ് കാണേണ്ടത്. Angle ACB equal to 25 plus 65, that's equal to 90 degree. 25 plus 65, that's equal to 90 degree. അപ്പോൾ ശ്രദ്ധിക്കുക, 25 plus 65 is equal to 90 degree. Then ഒന്നുകൂടി ശ്രദ്ധിക്കുക, a circle with the center O, AB is the diameter, OC is a point on the circle, OA is equal to OC is equal to OB, radii of the circle. Therefore, triangle AOC and triangle BOC are isosceles triangle. One angle 50 degree, angle AOC 130 degree, linear pair angle. Then one angle of an isosceles triangle 50 degree, other two angles 65, 65. One angle of an isosceles triangle 130, other two equal angles 25, 25. Therefore, angle ACB is equal to 25 plus 65, 90 degree. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രൂഫ്. അത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക, കറക്റ്റ് ചെയ്യുക മക്കളെ. ദെൻ ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞോളൂ. ഫിഗർ ചേഞ്ച് ചെയ്യേണ്ട ആംഗിൾ മാറ്റണം. ആംഗിൾ BOC ചേഞ്ച് ചെയ്യണം. ഇതാണ് ആംഗിൾ. വേറൊരു ഫിഗർ വരയ്ക്കുകയാണ്. നിങ്ങൾ പറയുന്ന ആംഗിൾ ഞാനിതിൽ മാർക്ക് ചെയ്യും. അതാണ് ഗെയിം. ഒരാൾ പറഞ്ഞോളൂ. അവിടെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞോളൂ. എല്ലാവരും ഇരിക്കുക തന്നെയാണല്ലോ അല്ലേ? ഞാൻ നിൽക്കുന്ന ഒരാൾ പറഞ്ഞോളി. സി ഇവിടെ ആംഗിൾ BOCക്ക് ഒരു ആംഗിൾ പറയണം, എന്നിട്ട് ACB കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പറയും മക്കളെ. ആരും പറഞ്ഞില്ല, ഞാനങ്ങ് പറയാൻ പോവുകയാണ്. ആംഗിൾ BOC 80 degree ആയിട്ട് കൊടുത്തു. Then അതുപോലെ തന്നെ a circle with a center O, AB is a diameter, C is a point on the circle. Consider triangle AOC and BOC. Two triangles are isosceles triangle because OA is equal to OC is equal to OB. Three radius are equal. Three radii എന്നവർ radii are equal. Triangles are isosceles triangle. Then angle AOC. Angle AOC equal to 180 minus 80, 100 degree. 100 degree. 100 degree. Okay, okay. Then one angle of an isosceles triangle 80 degree. What are the other two equal angles? 180 minus 80 divided by 2. 100 by 2, 50, 50. Testy അല്ല, 50, 50. Then one angle of an isosceles triangle 100 degree. What are the other two angles?
180 minus 100 divided by 2, 80 by 2, 40, 40. What are the other two angles? 40, 40. Find angle ACB. Angle ACB is equal to 40 plus 50. 40 plus 50 എത്രയാ മക്കളെ? 90 ഡിഗ്രി. 40 പ്ലസ് 50 എത്രയാ മക്കളെ? 90 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിലും 90, സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ 90. ദെൻ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി ആയിട്ട് മാറുന്നു. ഒരു സെമി സർക്കിളിൽ വരയ്ക്കുന്ന ആംഗിൾസ് ഒക്കെ എത്ര ഡിഗ്രി ആയിരിക്കും മക്കളെ? 90 ഡിഗ്രി. അപ്പോൾ ഒരു സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ ഓൺ ദി സെമി സർക്കിൾ 90 ഡിഗ്രി. ആംഗിൾ ഓൺ ദി സെമി സർക്കിൾ 90, സെമി സർക്കിൾ 90, സെമി സർക്കിൾ 90. സെമി സർക്കിൾ വരയ്ക്കുന്ന ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി. സെമി സർക്കിൾ മീൻസ് ഡയമീറ്റർ ആയിരിക്കും. ഡയമീറ്റർ ആകുമ്പോഴാണല്ലോ ഹാഫ് ആക്കി മാറ്റുന്നത്. അപ്പോൾ അതൊക്കെ പിന്നീട് ഉയർന്ന ക്ലാസ്സിൽ, ഹയർ ക്ലാസ്സിൽ പഠിക്കാം. ആ പ്രോബ്ലം മനസ്സിലാക്കുക. ആംഗിൾ ബി ഒ സിക്ക് 50 കൊടുക്കുമ്പോൾ 90 കിട്ടി, ആംഗിൾ ബി ഒ സിക്ക് 80 കൊടുക്കുമ്പോഴും 90 കിട്ടി. അതാണ് നമ്മൾ ആ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. ദെൻ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി നമുക്ക് എഴുതിയിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഹൗ മെനി ഡിഫറെൻറ്റ് ഐസോസ്ലെസ് ട്രയാങ്കിൾസ് can be drawn with one angle 50 degree and one side 7 centimeters. One angle 50 degree and one angle 50 degree and one side 7 centimeters. One angle 50 degree and one side 7 centimeter. ഇവിടെ ശ്രദ്ധിക്കുക. 1 angle 50 degree and one side 7 centimeter. ഇവിടെ നോക്കുക, റഫായിട്ട് വരച്ചാൽ മതി കേട്ടോ, മെഷർമെൻ്റ് ഒന്നും വേണ്ട. എത്ര ടൈപ്പിൽ ഏകദേശം ഒരു മോഡൽ കാണിക്കുക. ദെൻ റഫ് ഫിഗർ ആയിട്ട് 1 angle 50, ഒരു സൈഡ് 7. അപ്പോൾ ഒരു സൈഡ് 7, 50, 50. ഒരു ആംഗിൾ 50 വന്നു, 50, 50. ദെൻ തേർഡ് ആംഗിൾ 80, 50, 50, 80. ദെൻ ഒരു ആംഗിൾ സൈഡ് 7, 65, 65, 50. അങ്ങനെയും വന്നൂടെ. ബേസ് 2 65, ടോപ്പിൽ 50, ബേസ് സൈഡ് 7 സെൻറ്റിമീറ്റർ. ദെൻ എങ്ങനെ അടുത്ത് വരാം? രണ്ട് സൈഡ് 7 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ. 50, 50. ഇവിടെ എത്ര വരും? 80, ആംഗിൾ 80, 50, 50, 80. ദെൻ അടുത്ത എങ്ങനെ വരാം? 7, 7 രണ്ട് സൈഡ് 65, 65, 50. 65, 65, 50. അപ്പോൾ സൈഡ്സ് എന്താക്കുക? 7, 7 കൊടുത്തു. ഇവിടെ രണ്ട് സൈഡ് 7 ആക്കുക, ബേസിനെ ചേഞ്ച് ചെയ്യുക, എങ്ങനെ വേണം. അപ്പോൾ 4 ടൈപ്പിൽ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. വെറുതെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, മനസ്സിലാക്കി വെക്കുക. എന്താ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? അവിടെ വെറുതെ ഒന്ന് കാണിച്ചിരിക്കുകയാണ്. ട്രയാങ്കിൾസിനെ ഹൗ മെനി ഡിഫറെൻറ്റ് ഐസോസ്ലെസ് ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ 1 angle 50 degree and one side 7 centimeter. 50, 50 isosceles triangle, one side 7. Then 65, 65 isosceles triangle, one side 7. 50, 50 isosceles triangle, 7, 7 side. 65, 65 isosceles triangle, എത്ര വന്നു? 7, 7 സൈഡ്. അപ്പോൾ 4 വേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരൊറ്റ കൺസ്ട്രക്ഷൻസും കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അതും കൂടി എഴുതിയിട്ട് നമുക്ക് ആ ചാപ്റ്ററിനെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ഇത് 4 വേസിൽ മെഷർമെൻ്റ് ഒന്നും എടുക്കേണ്ട മക്കളെ, വെറുതെ ഒന്ന് റഫായിട്ട് കാണിച്ചാൽ മതി. 50, 50, 80, 7. 65, 65, 50, ബേസ് 7. ഈക്വൽ സൈഡ്സ് 7, 7, 50, 50, 80. ഈക്വൽ സൈഡ്സ് 7, 7, 65, 65, 50. ഒരു ആംഗിൾ 50 വരണം, ഒരു സൈഡ് 7 വരണം എന്ന് മാത്രമേ കണ്ടീഷനുള്ളൂ. അത് രണ്ടെണ്ണമായാലും കുഴപ്പമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ ട്രയാങ്കിൾ എ ബി സി വിത്ത് AB is equal to 7 centimeter. Draw a triangle ABC with ABC equal to 7 centimeter. Angle is 57.5 degree. Angle 57.5 degree.
ആംഗിൾ എ 57.5 ഡിഗ്രി, ആംഗിൾ ബി 15 ഡിഗ്രി. ആംഗിൾ എ 57.5 ഡിഗ്രി, ആംഗിൾ ബി 15 ഡിഗ്രി, ആംഗിൾ ബി 15 ഡിഗ്രി, ആംഗിൾ ബി 15 ഡിഗ്രി, 67.5 15 ഡിഗ്രിയും വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ എന്നാണ് പറയുന്നത്. വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ, വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ, വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് രേശം കുടുങ്ങും. എന്താ ക്വസ്റ്റ്യൻ വായിച്ചിരിക്കുന്നത്? ഡ്രോ എ ട്രയാങ്കിൾ എ ബി സി, എ ബി 7 സെൻറ്റിമീറ്റർ, ആംഗിൾ 57.5 ആണ്. 67.5. കണ്ണാണത് പ്രശ്നമാണ്. 67.5 ഡിഗ്രി. സോറി, ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി 7 സെൻറ്റിമീറ്റർ, ആംഗിൾ 57.5, ആംഗിൾ ബി 15, വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ വരയ്ക്കാനാണ്. ആദ്യം എ ബി വരച്ചു. എന്ത്? 7 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. 67.5ൻ്റെ ഡബിൾ എത്ര മക്കളെ? 135. 135 ഡിഗ്രി നമുക്ക് ആംഗിൾ എയിൽ കിട്ടണം. ബിയിൽ എത്ര വരണം? 15 ഡിഗ്രി കിട്ടണം. 15. നമുക്ക് യൂസിങ് പ്രൊട്രാക്ടർ പറ്റൂലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുക. നിർബന്ധിത പണി. പ്രൊട്രാക്ടർ പറ്റില്ല, സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുക. ഈ ഒരു സെറ്റ് സ്ക്വയർ ഉണ്ട്. ഈ സെറ്റ് സ്ക്വയറിൻ്റെ പ്രത്യേകത 90 then 60 30, 90 60 30, 30 60 90. ദിസ് ആംഗിളിൻ്റെ പ്രത്യേകത 45 45 90, 45 45 90, 30 90 60, 30 90 60, 30 90 60. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ട് സെറ്റ് സ്ക്വയർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ 135 എങ്ങനെ കിട്ടും? 90 + 45 ആണ് 135. 90 + 45 വി ഗെറ്റ് 135. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 90 വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ അല്ലേ? 90 ആദ്യം മാർക്ക് ചെയ്തു. 90 ഇവിടെ മാർക്ക് ചെയ്തു. ഒരാംഗിൾ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടറിൽ മാർക്ക് ചെയ്യുക. 90 ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ആംഗിള് ഏതാ വരേണ്ടത്? ഈ 90ൻ്റെ മുകളിൽ കറക്റ്റ്, ഇവിടെ സ്പേസ് കുറവായത് കൊണ്ടാണ്. ആ 90ൻ്റെ മുകളിലേക്ക് എന്ത് വെച്ചു? 45 കൂടി മാർക്ക് ചെയ്തു. 135 കിട്ടി. ആ 90ൻ്റെ മുകളിൽ കറക്റ്റ് എന്ത് മാർക്ക് ചെയ്തു? ഫസ്റ്റ് 90 വരച്ചു. ഒരെൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് 90 വരച്ചു. ദെൻ ഈ ആംഗിൾ ആ 90യോട് കണക്റ്റ് ചെയ്തിട്ട് വരച്ചു. കണക്റ്റ് ചെയ്തിട്ട് ഇതാ പെർപെൻഡിക്കുലറിന് കണക്റ്റ് ചെയ്തിട്ട് പിടിച്ചു. ഇവിടെ 45. 90 + 45 എത്രയാണ് മക്കളെ? 135. സെറ്റ് സ്ക്വയർ കറക്റ്റ് ചെയ്തിട്ട് പിടിച്ചു. ഇവിടെ 90 ഇങ്ങനെ വെച്ചിട്ട് പിടിച്ചു. ഇവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് കളിക്കുന്നത്. ദെൻ 45 അവിടേക്ക് വെച്ചു, വരച്ചു. ദെൻ 90 + 45 135. ദെൻ കോമ്പസിൽ ബൈസെക്ട് ചെയ്യാൻ അറിയാലോ? കോമ്പസിൽ ബൈസെക്ട് ചെയ്യാൻ പഠിച്ചതല്ലേ? കോമ്പസിൽ ബൈസെക്ടർ പഠിച്ചതാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. കറക്റ്റായിട്ട് നമ്മൾ ചെയ്തതാണ്. എങ്ങനെ ബൈസെക്ട് ചെയ്യുക? മോർ ദാൻ, അതായത് ആംഗിൾ ബൈസെക്ടർ പഠിച്ചതല്ലേ? ആംഗിൾ ബൈസെക്ടർ എങ്ങനെ ചെയ്യും മക്കളെ? ഓർമ്മ ഉണ്ടോ? കോമ്പസ് എടുക്കുക എല്ലാവരും. കോമ്പസ് എടുത്ത് എന്ത് ചെയ്യുന്നു? ഇവിടെ പിടിച്ചിട്ട് ഓർമ്മല്ലേ? രണ്ട് ആർക്ക്. ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു, മോർ ദാൻ എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടെ വരച്ചു, ഇതിനെ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ഉണ്ടാക്കി? സ്കെയിൽ വെച്ച് ബൈസെക്ടർ ഫോം ചെയ്തു. സ്കെയിൽ വെച്ച് ബൈസെക്ടർ ഫോം ചെയ്തു. ദാറ്റ് ഈസ് 67.5 ഡിഗ്രി. 67.5 ഡിഗ്രി. ഫസ്റ്റ്ലി ഡ്രോ എ ലൈൻ എ ബി 7 സെൻറ്റിമീറ്റർ, മാർക്ക് ആംഗിൾ 90 ഡിഗ്രി യൂസിങ് സെറ്റ് സ്ക്വയർ. Then second angle 45 degree. We get 135 and bisect it. We get 67.5 degree. Then 15 നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ട് സെറ്റ് സ്ക്വയറിൽ ഒരാംഗിൾ എന്താണ്? 60 ആണ്, 30 ആണ്, 60 ആണ്, 90 ആണ്. അപ്പോൾ 30 ഡിഗ്രിയിൽ ഒരാംഗിൾ വരച്ചൂടെ? ഒരാംഗിൾ 30 ഡിഗ്രിയിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയും സ്പേസ് ഇല്ല മക്കളെ.
സെറ്റ് സ്ക്വയറിനെ നമുക്ക് പിടിച്ചിട്ട് എന്ത് മാർക്ക് ചെയ്യാം? 30 ഡിഗ്രിയിൽ ആംഗിൾ മാർക്ക് ചെയ്യാം. 30 ഡിഗ്രിയിൽ ആംഗിൾ മാർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ആംഗിൾ മാർക്ക് ചെയ്യുക. ഇവിടെ തട്ടിപ്പോവുകയാണ്. ഓക്കെ, നിങ്ങൾ കറക്റ്റ് പിടിച്ചാൽ മതി. 30 ഡിഗ്രിയിൽ ആദ്യം മാർക്ക് ചെയ്തു. മാഷ് വരച്ച് നോക്കുക. ഒരു എഡ്ജ് 30 എഡ്ജ്, ആ ചെറിയ എഡ്ജാണ് 30 ആംഗിൾ. സ്മോൾ ആംഗിൾസാണ് 30 ഡിഗ്രി. ആ 30 ഡിഗ്രി ഇവിടേക്ക് കറക്റ്റാക്കി പിടിച്ചു. സെറ്റ് സ്ക്വയർ ബുക്കിൽ കറക്റ്റാക്കി പിടിച്ചിട്ടു 30 ഡിഗ്രി. ദെൻ ആ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുക. ആ 2 ആർക്ക് സിംഗിൾ ആർക്ക് വെച്ച് ബൈസെക്റ്റ് ചെയ്തു. ദിസ് ഈക്വൽ ടു എത്ര? 15 ഡിഗ്രി. ദാറ്റ്സ് ഈക്വൽ ടു 67.5. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ചോദിക്കാറുള്ളത്? വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. ദെൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡ്രോ എ ലൈൻ എ ബി 7 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് മാർക്ക് 90 ഡിഗ്രി. 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്തു. ദെൻ അഗെയിൻ മാർക്ക് എന്താ വരുന്നത്? 45 ഡിഗ്രി. ആ 90 ഡിഗ്രീൻ്റെ മുകളിൽ തന്നെ പിടിച്ചിട്ട് 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. ദെൻ ജസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പ്രൊട്രാക്ടറിൽ അളന്ന് നോക്കുക, കറക്റ്റ് അല്ലേ എന്ന്, 135 അല്ലേ എന്ന്. ദെൻ സെക്കൻഡ് വൺ, അനദർ സെറ്റ് സ്ക്വയർ, ടേക്കിംഗ് അനദർ സെറ്റ് സ്ക്വയർ, ആംഗിൾ 30 ഡിഗ്രി, മാർക്ക് 30 ഡിഗ്രി, ആംഗിൾ വരച്ചു, മാർക്ക് ചെയ്തു 30 ഡിഗ്രി. ആൻഡ് ബൈസെക്ട് യൂസിങ് കോമ്പസ് യൂസ് ചെയ്തു ബൈസെക്ട് ചെയ്തു. ദെൻ ജോയിനിങ് വി ഗെറ്റ് 15 60. ഇവിടെ എത്ര വരും? 67.5. ഇതാ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഈ ആംഗിള് 67.5. ദെൻ അനദർ ആംഗിൾ 15. 67.5. ദിസ് ആംഗിൾ 15 ഡിഗ്രി. വി ഗെറ്റ് ട്രയാങ്കിൾ. ഇതിന് വേണൊരു പേര് കൊടുക്കുക, ABC. വി ഗെറ്റ് ട്രയാങ്കിൾ ABC. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ ഏത് ആംഗിൾസ് മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ? 30 60 90 യൂസിങ് ഫസ്റ്റ് സെറ്റ് സ്ക്വയർ. ദെൻ 45 45 90 യൂസിങ് സെക്കൻഡ് സെറ്റ് സ്ക്വയർ. ദെൻ അത് വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തി. 67.5 ഡബിൾ 135. 135 വി ഗെറ്റ് 45 പ്ലസ് 90. ഫസ്റ്റ് ആംഗിൾ 90 യൂസിങ് സെറ്റ് സ്ക്വയർ. അനദർ ആംഗിൾ 45 യൂസിങ് സെറ്റ് സ്ക്വയർ. വി ഗെറ്റ് 135 ഒബ്റ്റ്യൂസ് ആംഗിൾ. ബൈസെക്ട് ഇറ്റ്. വി ഗെറ്റ് 67.5. Then another edge, second set square, then 30 degree, construct 30 degree and bisect it. We get 15 degree, join the lines. We get a small triangle, angle A triangle ABC. B 15, A 67.5, C നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിലുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ കുറച്ച് PDF ക്വസ്റ്റ്യൻസ്, ഒരു 20 ക്വസ്റ്റ്യൻ, 15 ക്വസ്റ്റ്യൻസോ 20 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് PDF ആയിട്ട് വെച്ച് തരും. അത് വൃത്തിയായിട്ട് നോട്ടിൽ എഴുതുക, പഠിക്കുക. വൃത്തിയായിട്ട് തിയറംസും പ്രോബ്ലംസും കൺസ്ട്രക്ഷൻസൊക്കെ പഠിച്ചാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാവണം. അത് മാഷ് പ്രത്യേകം പറയുന്നു. എല്ലാവർക്കും വൃത്തിയായിട്ടിരുന്ന് പഠിക്കുക. എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു.